നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റിക്കറാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് ഇതൊരു 3D സ്റ്റിക്കറാണ്. ഈ 3D സ്റ്റിക്കർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പുറകിലുണ്ടാവുന്നത്, അതെടുക്കുക. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കുക, രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളൊരു പെന്നോ പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കാം. നിങ്ങൾക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഏത് പിക്ചറാണോ വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. നന്നായിട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ആൻഡ് ഇതിൽ ഞാൻ ലാസ്റ്റ് വരയ്ക്കുന്ന ഈ ഒരു ചെറിൻ്റെ സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കുളമായിപ്പോയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്റ്റിക്കർ മേക്കിങ്. അതിന് നമ്മളെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ആ പിക്ചറിനകത്ത് കൂടെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ, ആ പിക്ചറിനകത്ത് കൂടെ. എന്നിട്ട് നമ്മൾ എന്താക്കണം, ഇത് ഡ്രൈ ആക്കാൻ വെക്കണം. ഇത് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ എന്താക്കണം, ഈ പേപ്പറിൻ്റെ മുകളിൽ ഇത് ഓരോന്നായിട്ട് അടർത്തിയെടുക്കണം. ഞാനിതൊരു OHP ഷീറ്റിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അടർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ OHP ഷീറ്റ് ആരും ട്രൈ ചെയ്യരുത്. ഈ നെയിം സ്ലിപ്പിൻ്റെ പുറകിൽ വരുന്ന ഈ പേപ്പർ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നെ എന്തെങ്കിലും മിസ്മാച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സിസേഴ്സ് വെച്ച് ട്രിം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെടുത്തിട്ടുള്ള ഷേപ്സുകൾ. അതിൽ നമ്മൾ ഈ പ്ലംസിൻ്റെ ഉണ്ടാക്കിയ ചെറിയ പ്ലംസോ എന്തേലും ആവട്ടെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കുളമായി പോയിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ളത് നമ്മൾ ഇനി കളർ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്രിലിക് കളറാണ് യൂസ് ചെയ്തത്. അക്രിലിക് മാർക്കേഴ്സാണ് കേട്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അക്രിലിക് കളേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകുവശത്തായിട്ട് ഇതുപോലെ കളർ കൊടുത്താൽ മതി. പിന്നെ ഞാൻ കണ്ടുപിടിച്ച വേറെ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്ത് കളർ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ റിയലിസ്റ്റിക്കും നല്ല അടിപൊളിയായിട്ട് ലുക്കിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് ഞാൻ ട്രൈ ആയിക്കണം തൊട്ട് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്ത് കളർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളി ലുക്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പല ടൈപ്പിലുള്ള നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കളർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആൻഡ് എന്നിട്ട് നമ്മുടെ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സർഫസിൽ വേണമെങ്കിലും തൊട്ടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു 3D സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.